ഞാൻ എന്തെങ്കിലും ചെയ്താൽ ശരിയാകുമോ? മറ്റുള്ളവരെക്കാൾ താഴ്ന്നവനല്ലേ ഞാൻ? തുടങ്ങിയ ചിന്തകളാണ് നമ്മുടെ ആത്മവിശ്വാസമില്ലായ്മക്കുള്ള പ്രധാന കാരണങ്ങൾ. ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അതെങ്ങനെ സാധ്യമാക്കുമെന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബലഹീനതകളും കഴിവുകളും എന്തൊക്കെയെന്ന് മനസ്സിലാക്കുകയാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള ആദ്യ പടി. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. അതിനാൽ തന്നെ നിങ്ങളെയും മറ്റുള്ളവരെയും ഒരിക്കലും താരതമ്യം ചെയ്യരുത്. നിങ്ങളെപ്പോലെ മറ്റൊരാൾ ഈ ലോകത്തിലില്ല എന്ന സത്യം മനസ്സിലാക്കുക. ചിലർ ചില മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. മറ്റു ചില മേഖലകളിലാവട്ടെ അവരുടെ പ്രകടനം മോശവുമായിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുന്ന മേഖലകൾ തിരഞ്ഞെടുത്ത് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും മറ്റൊരാൾക്ക് നിങ്ങളാകുവാനോ നിങ്ങൾക്ക് മറ്റൊരാളാകുവാനോ കഴിയുകയില്ല. ഉദാഹരണത്തിന്, എൻജിനീയറിംഗിൽ വളരെ താല്പര്യമുള്ളൊരു വിദ്യാർത്ഥി മാതാപിതാക്കളുടെ നിർബന്ധത്തിനു വഴങ്ങി ഒട്ടും ഇഷ്ടമില്ലാത്ത മെഡിസിനിൽ ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ മേഖലയിൽ പ്രശോഭിക്കുവാനോ സംതൃപ്തിയോടുകൂടി ജോലി ചെയ്യുവാനോ കഴിഞ്ഞെന്ന് വരികയില്ല. ജപ്പാൻകാർ വികസിപ്പിച്ചെടുത്ത ബോൺസായി ചെടികൾ ഇന്ന് നമ്മുടെ നാട്ടിലും വളരെയധികം പ്രചാരം നേടിയിട്ടുണ്ട്. വളരെയധികം പടർന്നു പന്തലിക്കുവാൻ സാധ്യതയുള്ള വൻമരങ്ങളായ ആൽ, പ്ലാവ്, മാവ് എന്നിവയൊക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ വേരുകൾ പിഴുതുമാറ്റിയും ശല്യപ്പെടുത്തിയും വളർച്ച മുരടിച്ച കുള്ളന്മാരാക്കി വളർത്തുന്ന വിദ്യയാണിത്. ഇതുമൂലം ഒരു ചെടിച്ചട്ടിയിൽ വളർത്താൻ പാകത്തിൽ ചെറിയ ചെറിയ കുള്ളൻ ചെടികളായി ഈ വൻ വൃക്ഷങ്ങൾ മാറുന്നു. ഇവയുടെ പൂവും പഴവുമൊക്കെ വളരെ ചെറുതായിരിക്കും. ഒരുപക്ഷെ നല്ല വളവും വെള്ളവും പരിചരണവും നൽകിയിരുന്നെങ്കിൽ വടവൃക്ഷങ്ങളായി അനേകം പേർക്ക് തണലും ഫലങ്ങളും നൽകേണ്ടവയായിരുന്നു ഈ വൃക്ഷങ്ങൾ. എന്നാൽ നിരന്തരമായ ശല്യപ്പെടുത്തലുകളും സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും മൂലം അവയുടെ വളർച്ച മുരടിച്ചു പോയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മുടെ കൂട്ടുകാർ, അധ്യാപകർ, കൂടെ ജോലി ചെയ്യുന്നവർ തുടങ്ങിയവരിൽ നിന്നൊക്കെ പലപ്പോഴായി നമ്മെക്കുറിച്ച് ചില നെഗറ്റീവ് കമൻറ്റുകൾ കേൾക്കേണ്ടി വരുന്നു. സമൂഹം, കുടുംബം, ചുറ്റുപാടുകൾ എന്നിവ ഓരോ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോഴും അവയെ ധീരമായി നേരിടുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ഉയരും. ഇത് നമ്മെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ് നമ്മിൽ സൃഷ്ടിക്കുകയും അപകർഷതാബോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ദുർഘടമായ സാഹചര്യങ്ങളിൽ നിന്നുപോലും വളർന്ന് പന്തലിക്കുന്നൊരു വൻ വൃക്ഷമായി മാറുവാൻ ആത്മവിശ്വാസമുള്ളവർക്ക് കഴിയും. ആത്മവിശ്വാസം വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് കരുതുന്നു എന്ന് ചിന്തിക്കാനേ പാടില്ല. മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളുന്നൊരു കളിപ്പാവയാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റരുത്. ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതും വിജയകരമായി പൂർത്തീകരിക്കുന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. അതിനാൽ തന്നെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുവാനോ പരിപാടികൾ സംഘടിപ്പിക്കുവാനോ ഒക്കെ അവസരം കിട്ടുകയാണെങ്കിൽ നോ പറയാതെ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. സ്വയം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ മിടുക്കനാണ് എന്നൊന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തെ, മനസ്സിനെ നമ്മൾ ഉറപ്പിക്കണം. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നതായി കാണാം. സ്വന്തം ജീവിതത്തിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുക്കുവാൻ സ്വയം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾക്കുള്ള ബലഹീനതകളെ ഓർത്തു വ്യസനിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആത്മവിശ്വാസം നേടുവാൻ കഴിയാതെ പോകുന്നത്.
എനിക്ക് നിറം കുറവാണെന്നോ സമ്പത്തില്ലെന്നോ പൊക്കമില്ലെന്നോ വണ്ണം കുറവാണെന്നോ അല്ലെങ്കിൽ വണ്ണം കൂടുതലാണെന്നോ ഒക്കെ പറഞ്ഞിരിക്കാതെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് സൃഷ്ടാവിന് നന്ദി പറയുകയാണ് വേണ്ടത്. നല്ല മാതാപിതാക്കൾ, സംസാരശേഷി, കാഴ്ചശക്തി, ആരോഗ്യം എന്നിങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു പേപ്പർ എടുത്ത് ഇപ്പോൾ തന്നെ എഴുതി നോക്കൂ. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വർഷിക്കപ്പെട്ടിരിക്കുന്നത്. പലരും പല ജോലികളും ഏറ്റെടുക്കുന്നത് ഞാനിത് ചെയ്താൽ ശരിയാവില്ല എന്ന മുൻകൂട്ടി മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ മനസ്സിന് നൽകുന്ന നിർദ്ദേശം നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന ജോലി മോശമാകുമെന്നാണ്. തന്മൂലം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് ജോലി മോശമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ വെറുതെ കിടക്കുമ്പോഴുമൊക്കെ നാം മനസ്സിൽ നമ്മോട് തന്നെ സംസാരിക്കണം. ഒരുപാട് ടെസ്റ്റുകളും മറ്റു എഴുതിയിട്ടും ജോലി കിട്ടാതെ ഇരിക്കുന്നയാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്ത് വില കൊടുത്തും ഇത്തവണ ഈ ജോലി ഞാൻ കരസ്ഥമാക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലെ നിഷേധാത്മക ഊർജം പൂർണ്ണമായി മാറുകയും അലസത വെടിഞ്ഞ് പ്രസ്തുത ജോലി കിട്ടുവാൻ വേണ്ട പരിശ്രമങ്ങൾക്ക് നമ്മുടെ മനസ്സ് നമ്മെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഇത് സ്വയം പ്രചോദിതരാകുവാനും നിങ്ങളെ സഹായിക്കും. ഒരു വിഷയത്തിൽ കൂടുതൽ അറിവുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ടാകും. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഡ്രൈവറാണെന്നിരിക്കട്ടെ. ഡ്രൈവിംഗ് എത്രത്തോളം നന്നായി നിങ്ങൾക്കറിയാമോ അത്രത്തോളം നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർന്നിരിക്കും. ഭയം ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ ഭയന്നാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. അപ്പോൾ പിന്നെ ഭാവിയിലുണ്ടാകുന്നത് നന്മകളായാലും പ്രതിസന്ധികളായാലും അവയെ ധൈര്യപൂർവ്വം നേരിടുകയല്ലേ നല്ലത്. അങ്ങനെ എന്തിനേയും ധൈര്യപൂർവ്വം നേരിടുവാനുള്ള മനോഭാവം നാം വളർത്തിയെടുക്കുമ്പോൾ നമ്മിലെ ആത്മവിശ്വാസം സ്വാഭാവികമായും ഉയരും. ആത്മവിശ്വാസമുള്ളവർ സ്വന്തമായി തീരുമാനമെടുക്കുവാൻ കഴിവുള്ളവരായിരിക്കും. തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഇവർ അവയുടെ ഫലം അനുകൂലമോ വിപരീതമോ ആയാൽ പോലും അവയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയും ചെയ്യും. ശുഭാപ്തി വിശ്വാസം ആത്മവിശ്വാസമുള്ള വ്യക്തികളിൽ പൊതുവായി കണ്ടുവരുന്നൊരു സവിശേഷതയാണ്. എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ടെത്തുവാൻ ഇവർക്ക് കഴിയും. തന്മൂലം എത്ര മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് പോലും ഇവർ മികച്ച ഫലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ശുഭാപ്തി വിശ്വാസമുള്ളതിനാൽ ഇവരുടെ ജീവിതവും സന്തോഷമായിരിക്കും. ആരും ആരെക്കാളും വലിയവരല്ല, ആരും ആരെക്കാളും ചെറിയവരുമല്ല എന്ന ഈ ആപ്തവാക്യം ആത്മവിശ്വാസം വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും പ്രചോദനമാകുന്നതാണ്. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവർ ഈ ലോകത്തിൽ തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും അവരുടേതായ നന്മകളും തിന്മകളും ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ താഴ്ന്നവരാണെന്ന് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് തന്നെ ആത്മാഭിമാനമുള്ളവരായിരിക്കട്ടെ നിങ്ങൾ. ലോകചരിത്രത്തിൽ വിജയങ്ങൾ കൈവരിക്കുകയും മഹാന്മാരായി തീരുകയും ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയെയും അതിന് സഹായിച്ച പ്രധാന ഘടകം ആത്മവിശ്വാസമായിരുന്നു. അതിനാൽ നിങ്ങളിൽ തന്നെ വിശ്വാസമുള്ളവരായിരിക്കുക. എനിക്ക് കഴിവുണ്ട്, എനിക്ക് ഇന്ന വിഷയത്തിൽ കഴിവുണ്ട്, അതുകൊണ്ട് എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാനത് നേടിയെടുക്കും. അങ്ങനെ ആ നിലയ്ക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വിജയങ്ങൾ താനെ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്.